ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് വ്യൂസ് ഉണ്ടാവും, ഒരുപാട് കമൻസ് ഉണ്ടാവും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു ഗൈസ്. പക്ഷേ എനിക്കൊരു കമൻസ് ഉണ്ടായിരുന്നില്ല, വ്യൂസ് ഉണ്ടായിരുന്നില്ല. സന്തോഷമായി. എന്നാലും ഞാൻ ഇങ്ങനെ തന്നെ തുടർന്ന് പോകോട്ടാ. നിങ്ങൾ ഒരിക്കലേ എൻ്റെ ചാനലും ആരെങ്ങളുടെയൊക്കെ കണ്ണിൽ പെടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാനും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത്. ഇനിയിപ്പോൾ അഥവാ പെട്ടില്ലെങ്കിലും നോ പ്രോബ്ലം. എന്നിരുന്നായാലും നമ്മൾ പോണ ഓരോ നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഓരോ മൊമെൻറ്റുകളും ഇങ്ങനെ ഒപ്പിയെടുത്ത് നമുക്ക് ശേഖരിച്ച് സൂക്ഷിച്ച് വെക്കാനായിട്ട് കുഞ്ഞു ഓട്ടോഗ്രാഫ് പോലെയുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ. അതൊക്കെ അവിടിക്കട്ടെ. ഇന്നലെ കുറേ സെൻറ്റിമെൻ്റലായിട്ട് ഇങ്ങനെ എന്താണ്ടൊക്കെ കാട് കയറിയൊക്കെ സംസാരിച്ച് പോയിട്ടോ. എനിക്ക് തന്നെ അറിഞ്ഞൂടാ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞതെന്ന്, എന്തൊക്കെയാണ് ഞാനവിടെ വിളിച്ചു പോയതെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. എന്താണ്ടൊക്കെ മനസ്സിൽ തോന്നിയതൊക്കെ മുഴുവനും പറഞ്ഞിട്ടാ. കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ അറിയാണ്ട് പെട്ടുപോയതാണ്. എൻ്റെ ഡ്രസ്സ് കീറിയിരിപ്പുണ്ടായിരുന്നു. ശ്രദ്ധിച്ചാ ഇല്ലേന്ന് അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ ശ്രദ്ധിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബാക്കിൽ പോയിക്കൊണ്ട് നോക്കിക്കോ. ആ വീഡിയോയിൽ എൻ്റെ ഡ്രസ്സ് ചെറുതായിട്ട് കീറിയിരിപ്പുണ്ടായിരുന്നിട്ട് ആ വീഡിയോയിൽ. അത് കണ്ടോടെ എനിച്ചിട്ട് ഭയങ്കര വിഷമമായി. ഞാൻ തന്നെ എവിടെയോ കുളത്തിൽ അങ്ങനെ കീറിയതാണ്, ശ്രദ്ധിക്കാണ്ട് വീഡിയോ എടുത്ത്. അപ്പം എനിക്ക് ഡ്രസ്സൊന്നും ഇല്ലാഞ്ഞിട്ടാണെന്ന് ഓർത്തിട്ട് പുള്ളിക്കാരന് ഭയങ്കര വിഷമമായി. അങ്ങനെ വാങ്ങിച്ച് തന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ടേക്കണത്. കുറച്ച് കാശ് തന്നിട്ട് എന്നോട് പറഞ്ഞു ഓൺലൈനിൽ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കട്ടാ എന്ന് പറഞ്ഞു. എനിക്ക് ഈ പാക്കടം കീറിയതൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് വീഡിയോ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ വാങ്ങിച്ചു തന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ ഒട്ടും വൈകിപ്പിച്ചില്ല, വേഗം തന്നെ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇന്നത്തെ വ്ളോഗ് ചെയ്യാന്ന് ഓർത്തിട്ട് കാലത്തെ ആ ഡ്രസ്സൊക്കെ ഇട്ട് മാറി നിൽക്കേണ്ട. അപ്പോൾ ഓൺലൈനിൽ ഇങ്ങനെ മാക്സി പോലത്തെ ഇങ്ങനത്തെ ഡ്രസ്സുകൾ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണം വാങ്ങിച്ച് നോക്കിയിട്ട് ട്രയൽ അടിച്ചിട്ട് എങ്ങനെയുണ്ട് തുണിയുടെ ക്വാളിറ്റിയും ഇതൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന് ഓർത്തിട്ട് നമ്മൾ ഓർഡർ ആക്കിയതാണ് കേട്ടോ. വന്നു കഴിഞ്ഞപ്പോൾ കൈക്കൊക്കെ നീളം കൂടുതലാണ് കേട്ടോ. മറ്റേ ഇതിൻ്റെ ശരിക്കുള്ള ഫോട്ടോയിൽ കൈ പഫ് കൈ പോലെയൊക്കെ ഒരു മോഡലാണ്. സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നും ഞാനിട്ടതിൻ്റെ കുഴപ്പമാണോ, ഞാൻ ഓവർ ലാർജ് സൈസാണ് എടുത്തേക്കണം. എന്താണെന്ന് വെച്ചാൽ വീട്ടിലിടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എടുത്തേക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ലൂസായി കിടക്കട്ടെ എന്ന് ഓർത്തിട്ട് ഇച്ചിരി വലിയ സൈസ് വാങ്ങിച്ചുകൊണ്ടായിരിക്കാൻ തോന്നണം. പിന്നെ ഫ്രണ്ടിൽ തന്നെ ഒരു സിബും കാര്യങ്ങളൊക്കെ വന്ന ഒരു അനാർക്കലി കുർത്തേണ്ടത് ഫീഡിങ് ചെയ്യണ അമ്മമാർക്ക് പറ്റിയൊരു കുർത്തേണ്ട. പുറത്ത് വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് ഇടാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്ലെയർഡായിട്ടുള്ളൊരു അനാർക്കലി കുർത്ത. പിന്നെ നമ്മൾ വീട്ടിൽ അടുക്കുമ്പോൾ മര്യാദക്ക് നടക്കാത്തതുകൊണ്ട് അനുചേട്ടൻ്റെ വാണിങ് വൃത്തി മെനക്ക് നടക്കണം, നല്ല ഭംഗിയായിട്ട് നടക്കണം, നല്ല ഭംഗിയായിട്ടൊക്കെ എപ്പോഴും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഡ്രസ്സിലാഞ്ഞിട്ടാണെന്ന് ഓർത്തിട്ടാണെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ പൈസ തന്നത്. ഇനിയിപ്പോൾ പൈസ ഒക്കെ തന്നതല്ലേന്ന് ഓർത്തിട്ട് അപ്പം തന്നെ ഞാനത് ഓർഡറാക്കി. കഴിഞ്ഞ ഞായറാഴ്ച ഓർഡറാക്കിയതാണ്. അപ്പോൾ ഇന്നലെ ഇത് വന്ന്. ഡ്രസ്സിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചോട്ടെ, ഞാൻ ഇട്ടേക്കാം. എങ്ങനെയെങ്കിലും ഞാൻ താഴെ എങ്ങനെ ഇട്ടേക്കാം കേട്ടോ. 500 താഴെ രൂപ ഈ ഒരു കുർത്തക്ക്. പിന്നെ ഇത് അടുക്കളയിലൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്തൊക്കെ പിടിച്ച് കഴിയുമ്പോഴൊക്കെ മേത്തൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ തേക്കണൊരു പരിപാടി ഉണ്ടല്ലോ നമുക്ക്. അപ്പം അതേപോലെയൊക്കെ തേക്കുമോ എന്നുള്ളൊരു ഇതാണ് കേട്ടോ. ഞാൻ ഇതേപോലെ ഡ്രസ്സൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കോട്ടെ. എന്നിട്ട് ഓൺലൈനിലെ ഏറ്റവും മോശം ചീത്ത ഡ്രസ്സൊക്കെ നമ്മളിങ്ങനെ ഇട്ടുകൊണ്ട് നടക്കും. മറ്റേ ഡ്രസ്സൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ വന്നു കഴിയുമ്പോൾ ഇട്ടാൽ പോരെ, എന്തെങ്കിലുമൊക്കെ നല്ല പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഇട്ടാൽ പോരെ. ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റായിരുന്നു കേട്ടോ എനിക്ക്. അപ്പം ഞാൻ ഇപ്പം ഇതൊക്കെ എടുത്ത് ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ വെക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് അന്ന് വയ്യാണ്ടൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞ് കിടപ്പ് അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിലൊന്നും ഒരു കാര്യമില്ലാന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഡ്രസ്സൊക്കെ ഇഷ്ടമുള്ളതാണ്, നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു ഫംഗ്ഷൻ വരട്ടെ, നല്ലൊരു ആവശ്യം വരട്ടെ എന്നും പറഞ്ഞൊക്കെ ഒന്നും എടുത്ത് നമ്മൾ അലമാരിലൊന്നും എടുത്ത് വെക്കാൻ പാടില്ല. നമ്മളത് അങ്ങോട്ട് ഇടണം. നമുക്കൊരു ഇടാനായിട്ട് ആഗ്രഹം തോന്നുന്നുണ്ട്, ഒരു ജീൻസ് ഇടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് ഇടണം. അത് ആരുടെയും ഇതൊന്നും നോക്കരുത്. നമ്മൾക്ക് കംഫർട്ട് ആണെന്ന് തോന്നുന്ന ഡ്രസ്സ് എന്തോ അത് അങ്ങാട് ഇടാൻ നോക്കട്ടോ. മനസ്സിലായ? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഈ പറഞ്ഞോണം അലമാരിൽ എടുത്ത് വെക്കണ കാര്യം എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ വയ്യാണ്ടൊക്കെ ഇരിക്കുന്ന കഴിഞ്ഞപ്പോൾ പഠിച്ച കുറേ പാഠങ്ങളിലുള്ളൊരു പാഠമാണ് ഞാനിപ്പോൾ പറയണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പിന്നത്തേക്ക് മാറ്റി വെച്ച് പെട്ടെന്നൊന്ന് വയ്യാണ്ടായി അങ്ങനെ ഇങ്ങനെ ഇരിപ്പം അങ്ങോട്ട് ആയിക്കഴിഞ്ഞപ്പോൾ ആ സമയങ്ങളിൽ മുഴുവൻ ഞാൻ വിഷമിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ പിന്നെ ആ ഡ്രസ്സ് നോക്കിയിരുന്ന് വിഷമിച്ചൊക്കെ സമയങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇട്ടുകൊണ്ട് അടക്കാനൊക്കെ ആഗ്രഹിച്ചിട്ട് ഇതൊക്കെ എടുത്ത് വെറുതെ വെച്ച സമയം കളഞ്ഞ് എനിക്കിത് ഇടാൻ പറ്റൂലേ എന്നൊക്കെ ഉള്ള ചിന്ത വരെ തോന്നിയേക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ട്.
ഞാനും ഇന്നും എന്തൊക്കെ പറഞ്ഞ് കാട് കയറി പോയിട്ട് ഇന്നും വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തെന്നാണ് ഇന്ന് പറയാനായിട്ടുള്ളതെന്ന് ഓർത്ത് ഇരിക്കുമ്പോഴാണ് ഞാൻ ഡ്രസ്സിനെ കുറിച്ച് ഓർത്തിട്ട്. അപ്പൊ പിന്നെ ഡ്രസ്സിനെ കുറിച്ച് പറയാന്ന് ഓർത്തിട്ട് അങ്ങനെ അങ്ങനെ പോയെന്നുള്ളൂ കേട്ടോ. എൻ്റെ പണികളൊക്കെ ഏകദേശം കഥകൾ തീർന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അടുക്കള പണിയൊക്കെ ഏകദേശമൊക്കെ തീർന്നിട്ട് നമ്മൾ മുറിയിലൊന്ന് കയറിയിട്ട് നമ്മുടെ കിടന്നുവെച്ച കിടക്കപ്പായും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി ഒതുക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ദേ പോയി കുടിച്ച് ഡ്രസ്സ് മാറി വന്ന് ഇനിയിപ്പോൾ 3 പേർക്കുള്ള ചോറും അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് പോകണം. മിക്കൂസൊക്കെ റെഡി ആയിട്ട് മാറി നിൽക്കേണ്ട. ഇനിയിപ്പോൾ അവനോട് ചോറൊക്കെ അങ്ങോട്ട് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി മാറി നിൽക്കണം. അപ്പോൾ തിരക്ക് കൂട്ടിയിട്ട് ഞാൻ വേഗം തിരക്ക് കുടിക്കേണ്ട. എന്തായാലും വീഡിയോ ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ലാസ്റ്റ് ഞാനൊരു കാര്യം കൂടി പറയണേ. അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ആഗ്രഹിച്ച് ഇങ്ങനെ മാറ്റി വെച്ചേക്കണ എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങളും മോഹങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് തീർത്ത് എത്രയും പെട്ടെന്ന് അത് സാധിക്കട്ടെ. എല്ലാവർക്കും അതിനുള്ള ശ്രമങ്ങൾ എല്ലാവരും നടത്തുക. പിന്നത്തൊക്കെ ഒരിക്കലും മാറ്റി വെക്കരുത്. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ എൻ്റെ ജീവിതം തീർന്ന് അങ്ങനെ ഓർത്തോണ്ടൊന്നും ഇരിക്കരുത്. നമുക്ക് പ്രായം കൂടുന്തോറും നമ്മളെ സ്നേഹിക്കണം. അപ്പോഴേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാനും തോന്നുള്ളൂ കേട്ടോ. നമ്മളെപ്പോഴും സ്നേഹിക്കാൻ തുടങ്ങണം. അപ്പോഴേ നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ അത് നമുക്ക് ചെയ്യാനൊക്കെ തോന്നുള്ളൂ. മനസ്സിലായ? ഞാനിപ്പോൾ അങ്ങനെ കേട്ടോ. ഞാൻ എന്നെ ഇപ്പം സ്നേഹിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എന്നെ ശ്രദ്ധിക്കാനും എൻ്റെ വസ്ത്രധാരണത്തിലായാലൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പം നിങ്ങളും അങ്ങനെ ആയിരിക്കണം. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ.